ഹലോ ഗൈസ്, എസ് പെർഫ്യൂംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ ശംഖുമുഖം ബീച്ചിലാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് വരുന്നത്. ഇപ്പോൾ 2 ദിവസം അവധിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ കറങ്ങാമെന്ന് വിചാരിച്ചു, അങ്ങനെ വന്നതാണ് കേട്ടോ. ഇവിടേക്ക് നടക്കാൻ നല്ല സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ ബീച്ച് നല്ല അടിപൊളി ബീച്ചാണ് കേട്ടോ, ശംഖുമുഖം ബീച്ച്. നിങ്ങൾ വന്നില്ലെങ്കിൽ ഒന്ന് വന്നിട്ട് കാണണം. ഇവിടെ ഒരു ഹെലികോപ്റ്റർ ഉണ്ട്, അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഇത് പിന്നെ ഇന്ത്യൻ നാവിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ചായയൊക്കെ കുടിച്ചു. പിന്നെ അതുപോലെ ഉപ്പിലിട്ടതൊക്കെ ഉണ്ടായിരുന്നു, നെല്ലിക്ക മാങ്ങൽ ഉപ്പിലിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ ഇപ്പോൾ വന്നിട്ടുള്ളത് ഈ ഒരു ദൃശ്യം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അടിപൊളിയാണ്. ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട് പക്ഷിയാക്കിയിട്ടാണുള്ളത്. ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരു കൈ നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. തത്തയുണ്ട്, വേണമെങ്കിൽ കൈയൊക്കെ നോക്കാൻ വേണ്ടി പറ്റും. അവരുടെ ഉപജീവന മാർഗ്ഗമാണത്. പിന്നെ അതാ ഇവിടെ ഇങ്ങനെ ഈ ഒരു ദൃശ്യം ഞാൻ കുറേ സമയം നോക്കിക്കൊണ്ടിരുന്നത്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട കേസ്. കാരണം എന്ന് വെച്ചാൽ നല്ല രസമുണ്ട്. ഇപ്പോൾ ബീച്ചിൽ നമുക്ക് പുറത്തോട്ടേക്ക് ഇറങ്ങാൻ പറ്റില്ല, കാരണം ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബീച്ചിൻ്റെ എന്താ പറയുക, കലുങ്ക് കെട്ടുന്ന വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറ്റുന്നത്. പുറത്തുനിന്ന് നമുക്ക് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഞാൻ വീണ്ടും ഈ പക്ഷിയുടെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. പിന്നെ 2 ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മൾ നേരെ ഇതാ രാത്രിയായി, ഏകദേശം ഒരു 7 മണി സമയമായിട്ടുണ്ടായിരുന്നു. നമ്മൾ വൈകിട്ട് 5 മണിയാകുമ്പോഴാണ് വന്നത്. അങ്ങനെ ഇത് ഇവിടുത്തെ ഈ ഹെലികോപ്റ്ററിൻ്റെ രാത്രികാല ദൃശ്യങ്ങളും ശംഖുമുഖത്തിൻ്റെ രാത്രി ദൃശ്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചുകൊണ്ടേയിരിക്കുന്നത് കേട്ടോ. വളരെ മനോഹരമായൊരു ബീച്ചാണ്, നിങ്ങളൊക്കെ വന്ന് കാണണം. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോത്തീസിൽ വന്നിട്ടുണ്ട്. പിന്നെ കുട്ടിക്ക് കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയാണ് നമ്മൾ വന്നത്. അങ്ങനെ ഇതാ നമ്മൾ നേരെ വന്ന് പിന്നെ സൈക്കിളിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു, അവിടെ വന്നു. പിന്നെ അതുപോലെ തന്നെ ഗ്രോസറി സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ കുട്ടിക്ക് കുറച്ച് സൈക്കിളും കാര്യങ്ങളൊക്കെ നോക്കി. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ടോയ്സൊക്കെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എടുത്തിട്ടില്ല. ശംഖുമുഖത്തിന് ഒരു ചെറിയ 2-3 ടോയ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, വേറൊന്നുമില്ല. പിന്നെ ഇതാ നേരെ നമ്മളിതാ മുകളിലെ സെക്ഷനിൽ വന്നിട്ടുണ്ട്. മുകളിലെ സെക്ഷനിൽ തന്നെ ഒരുപാട് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് പോത്തീസിൽ. അപ്പോൾ ഇത് കൊച്ചിനെ ഞാനിങ്ങനെ ഒട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് കുറച്ച് ഗ്രോസറി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നേരെ ഇനി വീട്ടിലോട്ടേക്ക് വെച്ച് പിടിക്കാനുള്ളതാണ്. നല്ല മഴ പുറത്തുണ്ട് കേട്ടോ. ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ പോത്തീസിൽ നിന്ന് വാങ്ങിച്ചു. പിന്നെ വീട്ടിലെത്തിയ ഉടനെ വൈഫ് എനിക്ക് നല്ല സ്പെഷ്യലായിട്ട് മസാലപ്പൂരി ഉണ്ടാക്കി തന്നു. പിന്നെ ഒരു ബോട്ടിൽ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് നല്ല നെല്ലിക്ക ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം. ഓക്കെ, ബൈ.